എല്ലാവർക്കും ഒരു ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ലീഗലി എന്തൊക്കെ ഡോക്യുമെൻറ്റുകൾ വേണം, എവിടെ നിന്ന് സപ്ലയേഴ്സിനെ കണ്ടെത്തണം, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ വന്നതായി ഞാൻ കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലെ അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ നോക്കാം. പലപ്പോഴും ഡോക്യുമെൻ്റ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ് ബഹുഭൂരിപക്ഷ ആൾക്കാരെയും സ്റ്റാർട്ടിങ് ഒരു ട്രബിളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആദ്യം ആ കാര്യം തന്നെ നോക്കാം. എന്നോട് സംസാരിച്ച ബഹുഭൂരിപക്ഷ ആൾക്കാരും അവർ ഒറ്റയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ് ഞാൻ അവിടെ ഐഡൻറ്റിഫൈ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. പഞ്ചായത്ത് ലൈസൻസ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ലൈസൻസ് ഇവയൊക്കെയാണ് ഏറ്റവും ബേസ്മെൻ്റായിട്ട് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും സിമ്പിൾ വേ എന്ന് പറയുന്നത് സ്വിഫ്റ്റ് മുഖേന അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലൈസൻസ് എടുക്കാം. മറ്റ് ഒരു തരത്തിലുള്ള ഡോക്യുമെൻറ്റും ഇതിനാവശ്യമായി വരുന്നില്ല. ഇതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. ഇനി നിങ്ങൾ ഓൺലൈൻ വഴിയാണ് സെല്ല് ചെയ്യുന്നത്. ചില ആൾക്കാർ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മീഷോയിലും ഒക്കെ സെല്ല് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ട്രാൻസാക്ഷൻ വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ സെല്ല് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ഇനി അതല്ല, ചില ആൾക്കാർ വെബ്സൈറ്റും കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പേയ്മെൻറ്റ് ഗേറ്റ്വേയുടെ അപ്രൂവൽ കിട്ടണമെങ്കിൽ അവിടെ നിങ്ങൾ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുമ്പോൾ ഓൺലൈൻ വഴി പേയ്മെൻറ്റ് ചെയ്യാനുള്ള സംവിധാനം, അതായത് UPI മുഖേന വാലറ്റ് ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് മുഖേന പേയ്മെൻറ്റ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കണമെങ്കിൽ സ്വാഭാവികമായും GST സർട്ടിഫിക്കറ്റ് വേണം. അതിനെ നമുക്ക് റൈസർ പേ അല്ലെങ്കിൽ ക്യാഷ് ഫ്രീ, പേയു മണി തുടങ്ങിയ പേയ്മെൻറ്റ് ഗേറ്റ്വേകളെ നമുക്ക് ഉപയോഗിക്കാം ഓൺലൈൻ വഴി പേയ്മെൻറ്റ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ട്രേഡ് മാർക്ക് എടുക്കണോ എന്ന് പറയുന്ന ചില ആൾക്കാരും കൂടെ എന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ള ഉത്തരം എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യഘട്ടത്തിൽ ഒരു പേര് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ട്രേഡ് മാർക്ക് അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ട്രേഡ് മാർക്ക് അവൈലബിൾ ആണെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഈ നെയിമിൽ ട്രേഡ് മാർക്ക് അവൈലബിൾ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തു. അതേപോലെ തന്നെ ഒരു .com ഡൊമൈൻ അല്ലെങ്കിൽ .in ഡൊമൈൻ അവൈലബിൾ ആണോ എന്നും കൂടെ നോക്കുക. അത് രണ്ടും അവൈലബിൾ ആണെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മളിവിടെ ചെയ്യേണ്ടത് ട്രേഡ് മാർക്കും കൂടെ അവൈലബിൾ ആണോ ഈ പേരിലും കൂടെ അറിയണം. അതിന് IP India എന്ന് പറയുന്ന വെബ്സൈറ്റ് മുഖേന ചെക്ക് ചെയ്യാം. ഇങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടാനുള്ള സാധ്യത ഉണ്ട് എങ്കിൽ ആദ്യം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് റണ്ണായി പോട്ടെ. റണ്ണായി പോയിട്ട് ഈ ബിസിനസ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ, അതായത് മാർക്കറ്റിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. അതായത് ഫെയിൽ ആകുമോ സക്സസ് ആകുമോ എന്ന് ഒരു 6 മാസത്തിനുള്ളിൽ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ സക്സസ് ആവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സ്കെയിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, കോൺഫിഡൻസ് ഉണ്ട് എങ്കിൽ നമ്മൾ ട്രേഡ് മാർക്കിനെ കുറിച്ച് ചിന്തിക്കുക. ഇനി ഒന്നിലധികം ആൾക്കാരുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് വേണം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ പിന്നീട് അത് വളരെ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നതാണ്. അപ്പോൾ ഒന്നെങ്കിൽ പാർട്ട്ണർഷിപ്പായിട്ട് പോകാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വലി രജിസ്റ്റർ ചെയ്തുകൊണ്ട് പോകാം. ഇതല്ലാതെ മറ്റൊരു പോർഷൻ എന്ന് പറയുന്നത് എവിടെ നിന്ന് സപ്ലയേഴ്സിനെ കണ്ടെത്തും, ഹോൾസെയിലേഴ്സിനെ കണ്ടെത്തും എന്നതാണ്. ഇന്ത്യ മാർട്ട്, ഇതാണ് അതിനുള്ള ഉത്തരം. നിങ്ങൾക്ക് ആവശ്യമാകുന്ന റിക്വയർമെൻറ്റ് എന്താണോ, അല്ലെങ്കിൽ ആവശ്യമുള്ള ഓർണമെൻറ്റ്സ് ഏതൊക്കെയാണോ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇന്ത്യ മാർട്ടിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുന്ന സമയത്ത് ധാരാളം സെല്ലേഴ്സിനെ അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണക്ട് ചെയ്യുക. ശേഷം അവരുടെ ഷോപ്പ് എവിടെയാണോ അല്ലെങ്കിൽ അവരുടെ ഫാക്ടറി എവിടെയാണോ ഡയറക്റ്റ് അങ്ങോട്ട് പോവുക, സംസാരിക്കുക, കൃത്യമായി സംസാരിക്കുക, ബാർഗെയിൻ ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുള്ള മോഡലുകൾ സെലക്ട് ചെയ്യുക. ശേഷം മിനിമം MOQയിൽ സാധനം ആരംഭിക്കുക, നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. മിനിമം MOQ പർച്ചേസ് ചെയ്യുക, അതിൻ്റെ അകത്ത് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ബൾക്ക് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുക. ആദ്യഘട്ടത്തിൽ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നതാണ്. കുറേ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടമാക്കുന്നതിനേക്കാൾ ഏറ്റവും മിനിമൽ ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ ഏറ്റവും മിനിമൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നതാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ ചിന്തിക്കേണ്ടത്. അപ്പോൾ അതിനുള്ള പണിയാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ എടുക്കേണ്ടത്. അടുത്തത് ആൾക്കാർ ചോദിക്കുന്നത് മാർക്കറ്റിംഗ് എങ്ങനെ വേണം എന്നത്. നിങ്ങൾക്ക് പെയ്ഡ് അഡ്വർടൈസിങ് കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ, കുറച്ച് ടൈം നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവിടെ ഓർഗാനിക് കോണ്ടൻറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം റീൽസ് ആയിട്ടും യൂട്യൂബ് ഷോർട്സ് ആയിട്ടും ഒക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. കുറേ ഫോട്ടോസും സ്റ്റോറീസും ഒക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. ഇനി അതല്ലെങ്കിൽ
നിങ്ങൾ വെബ്സൈറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെബ്സൈറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പ്രൊഫഷണലായിട്ടാണ് പോകുന്നതെങ്കിൽ, അവിടെ പെയ്ഡ് അഡ്വർടൈസിങ്, പ്രത്യേകിച്ച് മെറ്റാ ആഡ്സും കൂടെ പഠിച്ച് നിങ്ങൾ അഡ്വർടൈസിങ് ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ മെറ്റാ ആഡ്സ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ക്രിയേറ്റീവ് മോശമായതുകൊണ്ടാണ് 60% ക്യാമ്പയിനുകളും ഫെയിൽ ആവുന്നത്. അപ്പോൾ നിങ്ങളുടെ കുറേയധികം ക്രിയേറ്റീവുകൾ ടെസ്റ്റ് ചെയ്യുക, അതിലേതെങ്കിലും 1-2 ക്രിയേറ്റീവ് ആയിരിക്കും സക്സസ് ആവുന്നത്, അതിനെ ഉപയോഗിച്ച് സ്കെയിൽ ചെയ്ത് പോകുക. ക്രിയേറ്റീവ് ഫെയിൽ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ സെയിൽസ് വരുന്നില്ല എന്ന് വെച്ച് ബിസിനസ് നഷ്ടമാവണം എന്നില്ല. അതായത് പല ക്രിയേറ്റീവുകൾ ടെസ്റ്റ് ചെയ്യുക, അതിൽ 1-2 ആയിരിക്കും സക്സസ് ആവുക, അതിനെ ഉപയോഗിച്ച് ബിസിനസ്സിനെ സ്കെയിൽ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള സംശയങ്ങൾ, ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ബേസിക് ആയിട്ടുള്ള സംശയങ്ങൾ ഇതിലൂടെ നിവാരണം ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.